എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു എലിശ്ശേരി വെക്കേണ്ട വീഡിയോ ആയിട്ടാണ്. ഒരു കൈപ്പിടിയും പിന്നെ ഒരു 1/4 കൈപ്പിടിയും പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കൈപ്പിടി കണക്കാണ്. ഇത് റേഷൻ പീടികയിലെ പരിപ്പാണ്. അത് ഞാൻ ഒന്ന് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2 വിസിലടിച്ചിട്ട് ഞാനിങ്ങോട്ട് കുക്കർ മാറ്റി വെച്ചിട്ടു. മുരിങ്ങക്കായ എലിശ്ശേരിയാണ് വെക്കുന്നത്. അപ്പോൾ മുരിങ്ങക്കായ അന്ന് പൊട്ടിക്കുന്ന വീഡിയോ എടുത്തിരുന്നു. ഇത് നമ്മളെ വീട്ടിലുണ്ടായ മുരിങ്ങക്കായ തന്നെയാണ്. നല്ല ഫ്രഷാണ്. അതുകൊണ്ട് ഞാൻ ഒന്ന് കഴുകി എടുക്കുക മാത്രമേ ചെയ്തുള്ളൂ. പൊടിയൊക്കെ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് വളമൊന്നും ഇടാത്തതുണ്ട്. അപ്പോൾ ഒന്ന് കഴുകിയിട്ട് ഈ വലിപ്പത്തിനാണ് ഞാൻ അരിഞ്ഞെടുത്തത്. ഇത് ഭയങ്കര വണ്ണം തോന്നുമെങ്കിലും ഒട്ടും മൂക്കാത്ത മുരിങ്ങക്കായാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് കുക്കറിൽ വിസിലടിപ്പിക്കാത്തത്. പരിപ്പ് വെന്തതിൻ്റെ ശേഷം ഞാനത് ചീനച്ചട്ടിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഗ്യാസിൽ വെക്കുകയാണ് കേട്ടോ ചെയ്ത്. ഞാൻ ഇത്രയും പറയണത് ഇത് ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ പെട്ടെന്ന് വെച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ബാക്കി എല്ലാവർക്കും ഈ റെസിപ്പിയൊക്കെ അറിയുമെന്ന് വിചാരിക്കുന്നു, മുരിങ്ങക്കായ എലിശ്ശേരിയുടെ റെസിപ്പി. പിന്നെ ഒരു തേങ്ങ പൊട്ടിച്ചു. അത് നോക്കുമ്പോൾ അത്രയ്ക്കാണ് മൂത്തിരുന്നില്ല കേട്ടോ. കുറച്ചൊരു ഇളനീര് പോലെ, ഇളനീരിന്നും കുറച്ചും കൂടി മൂത്തിരുന്നു. പക്ഷെ എന്നാലും നല്ലോണം ആയിട്ടുണ്ടാകുന്നില്ല. എന്തായാലും ഞാൻ അതിലത്തെ ഒരു മുറി തേങ്ങ അരച്ചു ചിരകി വെച്ചിട്ട് നല്ല ജീരകം ഉണ്ടല്ലോ, അത് ഞാൻ ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ട് അതും ചേർത്തിട്ടാണ് അരച്ചത്. ഇത് ഐസ്ക്രീം കഴിക്കുന്ന സ്പൂണാണ്. അതുകൊണ്ടാണ് ഞാനൊരു 1/4 എടുത്തത്. നല്ല ജീരകം അതും ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മളെ മുരിങ്ങക്കായൊക്കെ നല്ലോണം തിളച്ച് വന്നപ്പോൾ 1/2 സ്പൂൺ ഉപ്പും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ മുളക് പൊടി ഇട്ടു കേട്ടോ. മുളക് പൊടി എരിവിനനുസരിച്ചിട്ട് മുക്കിയിട്ട് ചേർക്കുക. അപ്പോൾ ഞാനിവിടെ ഈ രീതിയിലാണ് കറി വയ്ക്കല്. കുക്കർ നോക്കി 2 വിസിലടിച്ച് കഴിഞ്ഞപ്പോഴേക്ക് കുക്കറിലെ പരിപ്പ് വെന്തായിരുന്നില്ല കേട്ടോ. ഭയങ്കര പരിപ്പുണ്ടായിരുന്നത്, ഒട്ടും വെന്തുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊന്ന് എടുത്ത് നോക്കിയപ്പോൾ വെന്തിട്ടില്ല. അപ്പോൾ ഞാൻ ഒന്നും കൂടി അടച്ച് വെച്ചിട്ട് വീണ്ടും ഒരു 2 വിസിലും കൂടിയും അടുപ്പിച്ചു കേട്ടോ. അത് അടിച്ചിട്ടാണ് ഞാൻ അപ്പോഴേക്കും മുരിങ്ങക്കായൊക്കെ നല്ല വെന്ത് വന്നിരുന്നു കേട്ടോ. അധികം വേവൊന്നുമില്ല മുരിങ്ങക്കായ്ക്ക്, ചള്ളല്ലേ. അപ്പോൾ അത് വെന്ത് വന്നിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ പരിപ്പും ചേർത്ത് കൊടുത്തു. ഇനി അരപ്പും കൂടി ചേർത്ത് ഒഴിച്ച് വറുത്തിട്ട കറി റെഡി ആയിട്ട്. അത് അത്ര സിമ്പിളായിട്ടൊരു കറിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ മോര് എന്തെങ്കിലും വേണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നമുക്ക് വേഗം തന്നെ മട്ടിക്കുമല്ലോ. അപ്പോൾ അതിന് മോരും കൂടി നല്ല കട്ടത്ത് തൈരെടുത്തിട്ടാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ അതേ അരപ്പും കൂടി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ അരപ്പൊഴിച്ച സമയത്ത് ഞാൻ അവിടെ ഉപ്പേരിക്ക് നുറുക്കുകയാണ്. അത് പിന്നെ ഈ വീഡിയോയിലുള്ളതല്ല. അപ്പോൾ കറിയുടെ റെസിപ്പി മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ അതേ കറിയിലേക്ക് കടുകും മുളകും വറ്റൽമുളകും താളിച്ചു. ഇതാണ് ഇന്നത്തെ ഉച്ചയൂണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്